ഹലോ മച്ചാമാരെ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഹെഡിങ് അറിയല്ലേ, നമ്മുടെ ജോബിൻ്റെ ഫസ്റ്റ് ഡേനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ഒന്നുമല്ല. ഇതിനകത്ത് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള സൈറ്റ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു. ഇത് റീസ്റ്റോറേഷൻ വർക്കാണ്. ഒരു വലിയൊരു കമ്പനിയുടെ ഒരു ഹോള് റീസ്റ്റോർ ചെയ്യുക. അതിൽ മൊത്തം ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് അവിടുത്തെ മെയിൻ പരിപാടികളൊക്കെ. അപ്പോൾ വർക്കുകളുടെ കുറച്ച് ഷോർട്സ് കാണിക്കാം. അപ്പോൾ അത് ഫസ്റ്റ് ഡേ എന്നാണ് കൊടുത്തുന്നേ ഉള്ളൂ, ഹെഡിങ് ആയിട്ടാണ് കൊടുത്തുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഡേ എന്നല്ല, ശരിക്കും എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് എന്നാണ് കാണിക്കേണ്ടത്. എന്തെങ്കിലും ആവട്ടെ. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ചെയ്യണം നല്ല തിരക്കായിരുന്നു, അത് കാരണം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു വന്നു തുടങ്ങി, എന്താടാ പുതിയ വീഡിയോ ഒന്നും വരാത്തതെന്ന്. അപ്പോൾ പിന്നെ വിളിച്ച് ചോദിച്ച സ്ഥിതിക്ക് നമ്മളൊരു വീഡിയോ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് തന്നെ കാണിക്കാം. അത് ഈ പറഞ്ഞ പോലെ ഒരു അജാനബാഹുവായിട്ടൊരു ഹോളാണ് കേട്ടോ. ആ ഹോള് അത് വീഡിയോയിൽ കാണിക്കാം, ഞാനൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞതെന്നുള്ളൂ. ആ ഹോള് ഇതുപോലെ മൊത്തം അവിടെയുള്ള ഇൻറ്റീരിയർ എല്ലാം ഇളക്കി പറിച്ച് കളഞ്ഞിട്ട് പുതിയ ഇൻറ്റീരിയർ ചെയ്യാനുള്ള പണിയാണ്. അപ്പോൾ ആ സൈറ്റുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴുള്ള വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം സത്യം പറഞ്ഞാൽ ഉമ്മച്ചി പറയുമ്പോഴാണ് എന്നൊരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ ഓർത്തത്. ഉമ്മച്ചി ഇന്നലെ വിളിച്ച് പറഞ്ഞു, എന്തായി നിൻ്റെ വീഡിയോ ഒന്നും പുതിയ വരാത്ത എന്താ, അത് കാണാനായിട്ട്. ഉമ്മയൊക്കെ നാട്ടിലാണല്ലോ, ഉമ്മയും വലിയമ്മയൊക്കെ നാട്ടിലല്ലേ. അപ്പോൾ അവർ ഇതുപോലെ എൻ്റെ വോയിസ് കേൾക്കാനും ഇവിടെ എവിടെയൊക്കെയാണ് ജോലി ചെയ്യണത് എന്തൊക്കെയാണെന്ന് കാണാനൊക്കെ ആയിട്ട് അവർക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ വീഡിയോ ഡെയിലി ചെയ്യാനൊക്കെ നമുക്കും താല്പര്യമുണ്ട്. അതിനുള്ള സമയം വേണ്ടേ. ഈ വീഡിയോ പോട്ടെ, മറ്റേ മമ്മൂക്കയുടെ ടെർബോ ഇവിടെ വന്നിട്ട് എത്ര നാളായി, എല്ലാവരും പോയി കണ്ടു. എനിക്കാണെങ്കിൽ പോകാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. സൈറ്റിൽ നിന്നൊക്കെ പോയി വരുമ്പോൾ ഒരു നേരമാവും. പിന്നെ കമ്പനിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരും ഇല്ല. പിന്നെ ഉള്ളത് ബംഗാളികളും ആൾക്കാരെയൊക്കെയാണ്, മറ്റുള്ള രാജ്യക്കാരൊക്കെയാണ്. അവരെ കൊണ്ട് മമ്മൂട്ടിയുടെ ടബ് കാണാൻ പോകാൻ പറ്റുമോ? എനിവേ, നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മൊത്തം റീസ്റ്റോറേഷൻ്റെ പരിപാടിയാണ് കേട്ടോ. റീസ്റ്റോറേഷൻ്റെ വർക്കാണ്. അതിനകത്ത് മൊത്തം റീസ്റ്റോർ ചെയ്ത എല്ലാ ക്ലിപ്പുകളൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അതിനകത്ത് വർക്ക് തുടങ്ങി തീർക്കുന്ന ക്ലിപ്പുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ തുടങ്ങിയത് അവസാനം എന്താവും എന്നുള്ളതൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം എപ്പോഴും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ആ വർക്കെല്ലാം തീർന്ന് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താ അവസ്ഥ എന്നുള്ളത് അവിടെ എത്തി വന്ന് കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ ലൈക്ക് ചെയ്യാനുള്ളവരൊക്കെ ലൈക്ക് ചെയ്തു കേട്ടോ. എല്ലാത്തിനും സമയമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തോന്നുന്നുണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിലേക്കുള്ളൊരു അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാനൊരു ഉന്മേഷമുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ സൈറ്റും കാര്യങ്ങളിലൊക്കെ ആയിട്ടുള്ള വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സൈറ്റ്. ഇത് അതിൻ്റെ ഒരു എൻട്രൻസാണ്. ഇന്നത്തെ മേളിൽ ഇൻറ്റീരിയറിൻ്റെ വർക്ക്. ആ കെട്ടിത്തൂക്കിയിട്ടാണ് ലൈറ്റുകളൊക്കെ മാറ്റാനുള്ള കേട്ടോ. ആ ഇൻറ്റീരിയറിലെല്ലാം മാറ്റുക. താഴെ പ്ലേറ്റ് ഉണ്ട്. അവരുടെ മാർബിളും നല്ല വില കൂടിയ മാർബിളാണ്, അതൊക്കെ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ അജാനബാഹുമായിട്ടൊരു ഹോള് കണ്ടോ. ഈ ഹോളിനകത്ത് ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഉള്ള ഈ വാളുകൾ ഒട്ടിച്ചേക്കുന്ന സകലമാന ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചേഞ്ച് ചെയ്യും. താഴെ മാറ്റായിരുന്നു, ആ മാറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി. നിലത്ത് നടക്കാൻ പറ്റില്ല, കാരണം ഫുള്ള് പശയാണ്. ആ താഴെ ഫുള്ള് മാറ്റ് ഇട്ടേക്കായിരുന്നു, ആ മാറ്റൊക്കെ എടുത്ത് കളഞ്ഞു. എല്ലാം പുതിയ. ഈ കിടക്കുന്ന സ്കഫോൾഡിങ് ഉണ്ടോ. സ്കഫോൾഡിങ് ഇത് കൊണ്ടുപോകണമെന്നല്ല, അവിടെ കൊണ്ടുവരുന്നതാണ്. ഇത്രയൊന്നും പോരാ. ഇത് ഏകദേശം കണ്ട് ആ ഒരു ലോഡേ വന്നിട്ടുള്ളൂ. ഇതുപോലത്തെ ഒരു 10-50 ലോഡ് വേണ്ടി വരും. ആ ഏരിയ ഫുള്ള് സ്കഫോൾഡിങ് ആയിരിക്കും. ഏരിയ ഫുള്ള് സ്കഫോൾഡിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പട്ടയൊക്കെ വെച്ചിട്ട് എന്നിട്ട് വേണം അതൊരു 3 തട്ടടിച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വേണം അത് ഇതുപോലെ. കണ്ടോ, ഇതാണ് അതാ പട്ട വന്നേക്കുന്ന കേട്ടോ, വണ്ടിയിൽ പട്ട വന്നേക്കുന്നതാണ്. ഇത് ഇതുപോലെ സ്കഫോൾഡിങ് ഇട്ട് ആ റൂം ഫുള്ള് സ്കഫോൾഡിങ് ഇടും. ആ സ്കഫോൾഡിങ് ഇട്ടൊരു വീഡിയോ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട്. അത് 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കാശുള്ളവർക്ക് എന്തും ചെയ്യാമല്ലോ. അപ്പോൾ അവർക്ക് ആ ഇൻറ്റീരിയർ മൊത്തം മാറ്റിയിട്ട് പുതിയ ഡിസൈൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇതേ വണ്ടിയിലാണ്, അദ്ദേഹം പട്ട് കൊണ്ടുവന്ന വണ്ടിയാണത്. ഓക്കെ, എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഓക്കെ, ഇതാ ഹോളിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഇവിടെയുള്ള താഴെയുള്ള മാറ്റുകളൊക്കെ കണ്ടോ, അതൊക്കെ മടക്കി അതൊക്കെ കൊണ്ട് കളയാൻ വെച്ചേക്കണം കേട്ടോ.
ഇതൊന്നും അവിടെ വയ്ക്കുക, ഇതൊന്നും ആർക്കും വേണ്ട, ഇതൊക്കെ കൊണ്ട് കളയാം. കാരണം ഇത് തിരിച്ച് യൂസ് ചെയ്യാനും പറ്റില്ല, കാരണം അതിൻ്റെ പശയൊക്കെ പോയി. താഴെ പശയൊക്കെ ഫ്ലോർ നിറച്ചും പശയാണ്, നടക്കാനേ പറ്റില്ല. ഈ സൈഡിലുള്ള വാളുകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇഷ്ടമല്ലല്ലോ വേണ്ടേ, ക്ലയൻറ്റിൻ്റെ ഇഷ്ടമാണല്ലോ. ക്ലയൻറ്റിന് ഈ ഡിസൈൻ ഇഷ്ടമായില്ല എന്ന് പറയാനായിട്ട് ഇതിപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം അവർ ഉപയോഗിച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അത് മാറ്റി പുതിയ ഡിസൈൻ കൊടുക്കാൻ പോവാണ്. ഈ ഇട്ടിരിക്കുന്ന മേളിൽ കിട്ടിരിക്കുന്ന ലൈറ്റുകൾ കണ്ടോ, ഈ ലൈറ്റുകളൊക്കെ മാറ്റും. എത്ര ലൈറ്റാണ് നോക്ക്. ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തീരെ ചെറുതാണെന്ന് തോന്നുന്നുണ്ടോ, പക്ഷേ അത് അന്യെ പിടിച്ച ലൈറ്റാണത്. അതിന് മേളിലേക്ക് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു കൈ കൊണ്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ നിർത്തി പിടിച്ചാലൊന്നും ആ ലൈറ്റിൻ്റെ ഒരു സൈഡ് നമുക്ക് തേക്കാൻ പറ്റില്ല. ഇത് 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടോ. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്കഫോൾഡിങ് എല്ലാം ഇട്ട് കയറ്റിയിട്ടുണ്ട്. സെൻട്രലൊരു സാധനം കണ്ടോ, ഒരു ഭിത്തി. അത് ഭിത്തിയല്ല, അത് മൂവിങ് പാർട്ടീഷനാണ്. അത് ഭിത്തി പോലെ അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി അത് പാർട്ടീഷൻ ചെയ്യാം. അതിന് മേളിൽ അതിനൊരു ഹാങ്ങിങ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ സ്കഫോൾഡിങ്ങിൻ്റെയൊക്കെ മേളിൽ കൂടെ പട്ടയിട്ടിട്ടാണ്ടോ ഓരോ ലേബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണേ. കാരണം ഇതൊക്കെ അഴിക്കാനുള്ളതാണ്. വഴിക്കാനൊക്കെ ആയിട്ട് ഓരോ ആൾക്കാർ അതിൻ്റെ മേളിലേക്ക് പോകുന്നതും ഒക്കെ ഈ പട്ടയുടെ മേളിൽ കൂടെയാണ്. കണ്ടോ, പട്ട ഇട്ടിട്ടുണ്ടോ. അതങ്ങനെ ഒരു മൂന്ന് നിലയായിട്ട് ഇടും. 3 നിലയായിട്ട് ഇടുമ്പോഴാണ് ആ ഒരു ഹോളിൻ്റെ ഹൈറ്റ് കിട്ടുള്ളൂ. കണ്ടോ, ആ സൈഡൊക്കെ അഴിച്ചു തുടങ്ങി. മറ്റേ ലെഫ്റ്റ് സൈഡിലെ ഫുള്ള് സൈഡൊക്കെ അഴിച്ചു തുടങ്ങി. ഇതുപോലെ മൊത്തം ബിൽഡിങ്ങിൻ്റെ മൊത്തം താഴെയും മുകളിലും ഒക്കെ അഴിക്കും. ആ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ അഴിക്കും. എന്നിട്ടെല്ലാം പുതിയത് കയറ്റും. ക്ലയൻറ്റിന് ഇഷ്ടമുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം പർച്ചേസ്ഡുമാണ്, മറ്റേ എല്ലാം പർച്ചേസും ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റുകളൊക്കെ അഴിക്കും. ഇതൊക്കെ അഴിച്ച് പുതിയ ലൈറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി വന്നിട്ടില്ല. അതിനി പുതിയ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം. ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും ഈ ഹോളിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ഒന്നും ചെയ്യാം. ഇത് മൂവിങ് പാർട്ടീഷനാണ്. ഇത് നമുക്ക് അങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം. ഒരു 3 റൂമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. ആ പാർട്ടീഷനൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു സ്റ്റോർ ഇതാണ് കേട്ടോ. ഇതാണ് ആ സ്റ്റോർ. ഈ സ്റ്റോറിൽ നിന്ന് നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഇതിൻ്റെ മേളിൽ ഒരു ചാനൽ പോയിട്ടുണ്ട്. ആ ചാനലിൽ കൂടെ അത് കറക്റ്റായിട്ട് നീക്കി എവിടെയാണോ വയ്ക്കേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ലോക്ക് ചെയ്യും. നേരെ മേളിലേക്ക് കണ്ടോ ഒരു ലൈൻ കണ്ടോ ആ വാളിൽ. അത് ഈ ചാനലുകളൊക്കെ ഈ പാനലുകളൊക്കെ മൂവ് ആക്കാനുള്ള ലൈനാണ്. ആ ലൈനിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഒന്ന് വയ്ക്കുക. എന്നിട്ട് വേറൊരു കീ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഒരു ഭിത്തി ഉണ്ടാക്കുന്നത്. ഭിത്തിയല്ല, ഒരു പാർട്ടീഷൻ ഉണ്ടാക്കുക. ഈ പാർട്ടീഷൻ ഇതെല്ലാം ഇളക്കാണ്. അയാൾക്ക് ക്ലയൻറ്റ് പറഞ്ഞേക്കുന്നത് ഈ പാർട്ടീഷനൊന്നും വേണ്ട, ഈ ഡിസൈനൊന്നും പുള്ളിക്ക് വേണ്ട, വേറെ ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇളക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കിയിട്ട് വേറെ കൊണ്ടൊന്നും വയ്ക്കാനല്ല. ഇളക്കി കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി എവിടെയും കൊണ്ടുപോയി കളയാം. ഇത് ഇളക്കി എടുത്തിട്ട് വേറെ എവിടെയും കൊണ്ടൊന്നും ഫിറ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഇത് ഇളക്കി കഴിയുക, എടുക്കുക, കൊണ്ടുപോയി കച്ചറയെ കൊണ്ടുപോയി കളയുക, അടുത്ത ഡിസൈൻ കയറ്റുക. ക്ലയൻറ്റിന് ഇപ്പോൾ ഏത് ഡിസൈനാണോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഡിസൈൻ കയറ്റും. അതാണ് പരിപാടി. ഇനി ഈ ലെഫ്റ്റ് സൈഡ് വാളിലുള്ള എല്ലാ സാധനവും, ആ ഭിത്തിയിലുള്ള എല്ലാ ഡിസൈൻസും ഇളക്കി മാറ്റി. ഇനി ഈ സൈഡിലുള്ളത് ഇളക്കി മാറ്റി. ഇനി മേളിലുള്ള സീലിംഗ് ഇളക്കി മാറ്റാനുണ്ട്. ലൈറ്റ്സ് എല്ലാം ഇളക്കി മാറ്റാനുണ്ട്. അപ്പോൾ കൂടുതൽ സൈറ്റിലെ വിശേഷങ്ങൾ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മളുടെ വർക്ക് എന്താണ് നമ്മുടെ പ്രോജക്റ്റ് നടക്കുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾ കാണിക്കണമെന്നേ ഉള്ളൂ. ഡെയിലി വണ്ടിയിൽ ഒന്ന് പോകണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക്സ് ടു. പിന്നൊരു കാര്യം, ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് കമൻറ്റൊക്കെ ഇട്ടും നമ്മളൊന്ന് ഉത്സാഹിപ്പിക്കട്ടോ. അടുത്ത വീഡിയോസൊക്കെ ഇരുന്ന് കാണും. ഓക്കെ, താങ്ക്സ് ടു. ബൈ.